വെൽക്കം ബാക്ക്, ഷെബിയാണേ. അപ്പോൾ നമ്മൾ ഇപ്പം നിലമ്പൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ഊട്ടിക്ക് പോയെന്ന് അന്ന് എടുത്താണ്. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയാണ്ട് ഊട്ടി പോയപ്പോൾ അന്ന് നമ്മൾ വീഡിയോ എടുത്താണേ. പിന്നെ നമ്മൾ എടുത്തിട്ടില്ലല്ലോ. അപ്പം ഇന്ന് ഞാനും മുത്തും കൂടെ എന്താ പറയുക നിലമ്പൂർ പോവാണ്. വെറുതെ ഒന്ന് കറങ്ങാനായിട്ട് പോവാണ്. അപ്പം നമുക്ക് പോയാലോ? പോവല്ലേ? നമ്മളുണ്ടല്ലോ ഇപ്പം ഇടവണ്ണെത്തി. അപ്പോൾ ഇടവണ്ണെത്തിയപ്പോൾ ഇവിടെ ഒരു കിടിലം പാലം കണ്ടപ്പോൾ ഞാൻ നിർത്തിയാണേ. അവിടെ ഒരു പോത്ത് കുളിക്കുന്നുണ്ട് ഇവിടെ കണ്ടോ. ഒറ്റ കുളിച്ചിട്ട് നേരെ വീട്ടിൽ പോകാനുള്ള പ്ലാനുണ്ട്. സൗത്തിലേറെ ഷെയർ ഇവിടെ ഉണ്ടോ. ഇവിടെ ആകുമ്പോൾ ഒന്നും കൂടി വിസിബിലിറ്റി ഉണ്ട്. ഇവിടെ അവിടെ ഒരു തോണി കിടപ്പുണ്ട്. ആയിട്ട് ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റും. ഷെയറായിനി അവിടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവുന്ന സമയമുണ്ട്. ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. നല്ല രസമുണ്ട് അല്ലേ? മറ്റേ ചിത്രം വരച്ച മാതിരി. അവിടെ ഒരു മലയും അതിൻ്റെ തൊട്ടപ്പുറത്തേക്കൊരു വീടും ഒരു പുഴയും അവിടെ ആയിട്ടൊരു തോണിയും ഒരു ചെറിയ കാര്യം. അടിപൊളി സംഭവം. ഇതൊക്കെ തൊട്ട് റോഡാ തോന്നണല്ലേ? മറ്റേ ചെരലൊക്കെ ഇങ്ങനെ വന്ന് അടിക്കുന്നുണ്ട് ഇവിടെ. അതെ, ടിക് 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 ടിക്. എന്താ നമ്മളെ ചാലിയാർക്ക് നോക്കിയാണ്ടാണ് പോണത്. ചാലിയാറ് ശരിക്കും എത്തുമോന്നറിയില്ല. അല്ലെങ്കിൽ നമ്മൾ പൗതിമൊന്ന് തിരിഞ്ഞു പോരും. നമുക്ക് യാത്രയല്ലേ ഷാറ്, നമ്മളങ്ങനെ വൈബടിച്ച് കറങ്ങിയെടുക്കാം. എത്തോ? അതെ. എന്താ ഓടിച്ചോട് ഞാൻ പറഞ്ഞത് തെറ്റിയില്ല. കണ്ടോ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണേ. ആൾക്കാരൊക്കെ റെസ്റ്റിലോ കൊണ്ട്. പോയിക്കോ. ക്യാമറമാൻ നമ്മൾ മുത്തു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വീഡിയോക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ചീത്തറിഞ്ഞോളിയാണേ. ഒരു പ്രശ്നമില്ല. എന്താ രസമല്ല. റോഡ് ഇങ്ങനെ കട്ടൊക്കെയാണ് വെച്ചേക്കാണ്. ഇവിടെ ഒരു കട്ട്, ഇവിടുന്ന് വേറെ കട്ട്, അവിടുന്ന് വേറെ കട്ട്. റോട്ടിലൊക്കെ റോട്ടിൽ പായരിച്ചാതിരിയാണ്. അടിപൊളി. ഇതെന്തത് ആംബുലൻസ് മാത്രമേ ഉള്ളൂ? നമുക്ക് ആ വണ്ടിയത്തെ കുട്ടികൾ പോയിക്കാണ്. വെറുതെ ഈ ഒരു ടാറ്റ എടുത്ത് വെക്കും. ഒരു ടാറ്റ വെക്കാം നമുക്ക്. വെറുതെ രസം. അയ്യോ തട്ടല്ലേ. വെറുതെ കേറട്ടോ. ഇതൊന്നും തീരെ ഷാറില്ലല്ലോ. ഭയങ്കര പൊളി കേട്ടോ. നമ്മളെങ്ങനെ ഇപ്പൊ മമ്പാടെത്തി. മമ്പാടാണത്. റോഡൊക്കെ അതേമാതിരി തന്നെ. വലിയ കുഴപ്പമില്ല. ഓവറായിട്ട് കുണ്ടും കൊഴിയൊന്നുമില്ല. എന്നാൽ ഈ കായ വിരിച്ചാൽ അതിലിങ്ങനെ ചെറിയ പൊങ്ങല് താകല് ആ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അത്രേ ഉള്ളൂ. അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. തിരക്കില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ എവിടെ യാത്ര പോവാണെങ്കിലും അല്ലെങ്കിൽ എവിടേക്ക് ടൂർ പോവുകയാണെങ്കിലും പറ്റിയ സമയം എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ. അതിന്റെ ഇടയിൽ പോവാം. കാരണം ശനി ഞായറും സ്കൂൾ അവധിയാണ്, മൊത്തത്തിൽ ലീവാണ്. അപ്പൊ അതുകൊണ്ട് നല്ല തിരക്കേ കാര്യം. നമുക്ക് വിചാരിച്ചൊന്നും കാണാൻ പറ്റൂല. നേരെ മറിച്ച് നമ്മള് തിങ്കൾ മുതൽ വെള്ളി വരെ അതിന്റെ ഇടയിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു ദിവസം പോയാല് സുഖമായിട്ട് നമുക്ക് കണ്ട് പോരാം. നമ്മളുണ്ടല്ലോ നമ്മളെ എന്താ പറയാ നിലമ്പൂരിന്റെ ഹൃദയഭാഗം ഉണ്ടല്ലോ. ആ
എന്താ പറയുക തേക്കിൻ കാടുകൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്, നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ കനോലി പ്ലോട്ട് എക്കോ ടൂറിസം സെൻറ്റർ, ഇതാണത്. പിന്നെ ഇവിടെ കയറിയാൽ എന്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഇവിടെ കനോലി പ്ലോട്ട് കയറണോ? കനോലി പ്ലോട്ട് കയറണോ? കനോലി പ്ലോട്ട് കയറണ നിൽക്കുക വേണോ? എങ്ങനെ സംഭവോ കൊറേ നടന്ന് കയറേണ്ടി വരും, അതാണ്. നോക്കാം, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും കയറാം. ഇപ്പം നമ്മളുള്ളത് തേക്കിൻ കാട്ടിലാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിർത്തിയാണ്. പിന്നെ നമ്മൾ ചാലിയാർ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ് കാണിക്കുന്നത്. അപ്പം ഇനി എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. അപ്പം ഇനി അടച്ചൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ബാക്കി കുറേ ഫോട്ടോകളൊക്കെ എടുക്കണ്ടല്ലോ, നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റപ്പ് ആക്കാം. നമ്മൾ അങ്ങനെ കനോലി പ്ലോട്ടിൽ എത്തിയേക്കാണ് ഗൈസ്. അപ്പം ഇനി കനോലി പ്ലോട്ടിൽ കയറണോ വേണ്ടേ എന്നുള്ളൊരു ചെറിയ ധാരണയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ഇപ്പം എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് ആദ്യം ഫുള്ള് കാടേ കയറാം. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോകും. അതാണ് പരിപാടി. അതാ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കണം, എങ്ങനെ ഉണ്ട് നോക്കാൻ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എന്താ ഇവിടെ സംഭവം എന്താ ഉള്ളതെന്ന് ആദ്യം ചോദിച്ചോട്ടെ. ഇവിടെ കുറേ ഫോട്ടോസൊക്കെ വേണ്ട. അയ്യോ, അപ്പം അങ്ങനെ എന്താ ഫോട്ടോഗ്രാഫി മുത്ത് ഗൈസ്. നമ്മളുണ്ടല്ലോ ഇവിടെ കനോലി പ്ലോട്ടിൽ നമ്മൾ കയറി. അവിടെ ചെന്നിട്ട് നമ്മൾ മൂഞ്ചും ചെയ്ത്. അവിടെ ചെന്നപ്പോൾ എന്താ പറയുക, അവർ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പൊ 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് തോന്നുന്നുണ്ട് അല്ലേ? അതെ, 4 മണിക്ക് 4 ആകുമ്പോൾ ക്ലോസ് ചെയ്യണ്ടല്ലേ. അപ്പൊ നമ്മളിനി എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കുക. നമ്മള് ചാലിയാർക്ക് വലിയ പ്രതീക്ഷയല്ല. അപ്പൊ നമ്മള് റൈഡ് മാത്രം പോലെന്നാ. ഗൈസ് നമ്മൾ പോവാണ്. ഇതാണ് കനോലി പ്ലോട്ട്. അവിടെ അടച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ കയറുന്നില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ചിലപ്പോ കുരങ്ങനൊക്കെ കാണാം കേട്ടോ. അവിടെ ഒരു കുരങ്ങ് നമ്മളൊക്കെ ഉണ്ട്. നീ അടുത്ത കുരങ്ങനെ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് ഇപ്പൊ ടീഷർട്ട് കാര്യങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ചുടുവിലക്ക് ചെറിയ വിലക്ക് നല്ല സാധനങ്ങൾ കിട്ടും. അപ്പൊ താത്ത പോണോക്കാം. ഇഞ്ചൻ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്തുകൊണ്ട് പോണ്. നമ്മൾ ടാറ്റനെക്കാട്ട് ബിൽഡ് ക്വാളിറ്റിയിലെ വണ്ടിയാണ് കേട്ടോ പോണത്. ഇനിയിപ്പോൾ ടാറ്റ ഒന്ന് മേടിച്ചാലും ടാറ്റൻ്റെ പണി കഴിയുന്നല്ലാതെ മറ്റേ ഇതിന് ഭയങ്കര ബിൽഡ് ക്വാളിറ്റി, ഒരു ബോറിൽ പോലും പറ്റില്ല. അങ്ങനെ നമ്മൾ തേക്കിൻ കാട്ടിൽ നിന്നും പുറത്ത് ചാടുകയാണ് ഗൈസ്. ഇതിപ്പോൾ നിലമ്പൂർ എത്തിയില്ലല്ലോ. നിലമ്പൂർ ഒരു ഭാഗമല്ലേ ഇപ്പോൾ ഇത് വരിക? കഴിഞ്ഞോ? എത്തില്ലേ? നിലമ്പൂർ എത്തണുള്ളൂ. ഊട്ടി, മൈസൂര്, വൈക്കടമൊക്കെ. ഞാൻ ഇവിടെ നേരം പോലത്തെ കേട്ടോ. ഇവിടെ എത്തിയപ്പോഴും ലൈറ്റ് ഒക്കെ വന്നേ. അപ്പൊ കുറച്ച് അവിടെ എന്താ പറയാ, ആ കനോലി പ്ലോട്ടിനവിടെ ഓല് രാത്രി 6 മണിക്ക് എഴുതിയോണ്ട് കൂട്ടി പോയതാ. ഓലിനി ഇവിടെ പുറത്ത് വരും. അപ്പൊ 4 ലൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു പിന്നെയും പോയി തുറക്കും. അങ്ങനെ വല്ലാത്തൊരു ജന്മങ്ങള്. പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവിടെ മ്യൂസിക് കിട്ടും.
നമ്മളങ്ങനെ നിലമ്പൂരെത്തി ഗൈസ്. ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എങ്ങോട്ടാന്നൊരു ഐഡിയ ഇല്ല. നേരെ പോവല്ലാത്ത നമുക്ക് ഒന്നാമതൊരു ഒഴിവില്ല. ആകെ ഒരു ദിവസത്തെ നമുക്ക് ഒഴിവുണ്ടാവുള്ളൂ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓരോ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യണം. പിന്നെ പല ആവശ്യങ്ങളും ഉണ്ടാവും. അതൊന്നും നടക്കൂല. അങ്ങനൊക്കെ ഓരോരോ പോക്ക്. നമ്മൾ ഇന്നാൾ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ, നമ്മുടെ റോഡ് പണി ഇറക്കിയാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കിന്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. അതിന്റെ ലിങ്ക് ആണ് ഞാൻ താഴെ കൊടുക്കാം. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല കേട്ടോ. നമ്മൾ റോഡ് പണി റെഡിയായി, എല്ലാം റെഡി ആയിക്കണ്. റോഡ് ഉഷാറാണ്. ഞാൻ പോയാൽ മതി. എങ്ങോട്ടാ പോണെന്നൊരു ഐഡിയ ഇല്ലാതെ പോവാണ്. ഗൈസ്, നമ്മള് ഏതോ ഒരു സ്ഥലത്ത് നമ്മള് തേക്ക് മ്യൂസിയത്തിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ അടച്ചുകൊണ്ട് പോകുന്നു. സമയം 5 മണി ആയല്ലോ. 4:45 5 മണി ആയില്ലേ. അപ്പൊ ഇനി ഇത് തുറക്കും എന്നുള്ള വിചാരം. എന്തിന് ചാലിയാർക്കോ? വെറുതെ പോണോ? ഇവിടെ ലെഫ്റ്റ് ആയിട്ടില്ല. ഇതാ ലെഫ്റ്റ്. Take the next left, then turn left. ഇതോ ഇതോ അയക്കാരോ? അങ്ങനെ എന്തോ പോക്കറ്റ് റോഡാണ്. രണ്ട് സൈഡിലിതാ എന്താ പറയാ, നമ്മള് ഒരു അഗാധമായ കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇവിടെ ആനൊക്കെ ഉണ്ടോ ഇവിടെ ചിലപ്പോ? In 300 meters, turn left. കാട്ടുകൂടെ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ഈ KSRTC ഒരു അടിപൊളിയല്ലേ. ഇവിടെ ആന ഇറങ്ങുന്ന പറയുന്നത് ഭൂതമാര്. അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്നും പുറത്തിറങ്ങിയിറങ്ങി. നമ്മളിത് ഗൂഡല്ലൂർ റോഡാട്ടോ. നേരെ പോയി കഴിഞ്ഞാല് നാട് കാണിച്ചോരം പോയി നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഗൂഡല്ലൂർ കയറാം. ആ റോഡാണ്. ഇതിൽ നമ്മൾ ഊട്ടി പോവാം. ഊട്ടി റോഡ് ജസ്റ്റ് ആ കാട് കണ്ടപ്പോ അങ്ങനെ കേറിപ്പോന്നു. നമ്മൾ ജസ്റ്റ് ആ കാട് ഇങ്ങനെ കണ്ടപ്പോ നമ്മള് ആ കാട് കയറാൻ വേണ്ടിട്ട് അങ്ങനെ വെറുതെ പോകുന്നുള്ളൂ. നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മള് ചാലിയാർ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഏകദേശം നമ്മള് സമയം കുറെ ആയി, നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഇനി നേരെ എന്ത് ചെയ്യാ, തിരിച്ചിട്ട് നമ്മള് നാട്ടിൽ പോവാം. കാരണം ഇനി നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലെത്തും. സമയമൊക്കെ വൈകും. അപ്പൊ നമുക്ക് നേരെ ഇനി തിരിച്ചു കണ്ട് നമ്മൾ നാട്ടിൽ പോവാം.
ഇവിടെ തിരിച്ചല്ലേ? അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ തിരിച്ചു. ഇനി നമ്മൾ നേരെ പോവാണ് ഗൈസ്. കാരണം നമുക്ക് ഇവിടെ ഒന്നും കാണാനില്ല. നമ്മൾ വെറുതെ നമ്മളെ റൈഡ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തിരിഞ്ഞു വന്നതാ. നമ്മളെ തന്നെ 10 രൂപ പോലും ഇല്ല ഇനി പോയി കൊടുക്കണമെങ്കിൽ. അങ്ങനെ നമ്മൾ കാട്ടിലേക്ക് വീണ്ടും കയറിയിരിക്കുന്നു ഗൈസ്. ഇനിയിപ്പോൾ നാട്ടിൽ എത്തണ്ടേ? ഇനി കുറേ ഓടാണ്ട്. ഈ ചങ്ങായിക്ക് ലൈസൻസ് കിട്ടി. ഇനി ഇപ്പം എനിക്ക് ഓൻ്റെ അടുത്ത് കൊടുത്താൽ മതി. വെറുതെ ഓട്ട് വരണം നോക്കണം പറഞ്ഞല്ലേ ആ ചെയ്യൂല. അപ്പോൾ ഗൈസ് നമ്മൾ കാട്ടിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. മാനെ കണ്ടെന്ന് എഴുതി വെച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ മാനെ കണ്ടാൽ മതി. ഒരു പ്രത്യേക വൈബോട്ടെ ഈ യാത്ര. നമ്മൾ യാത്ര ആസ്വദിക്കുക എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വന്നത്. അല്ലാതെ എന്താ പറയാ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വന്നതല്ല. പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ ചാലിയാർ പോകാനുള്ള പ്ലാനിങ്ങിലാണ് വന്നത്. പക്ഷേ സമയം ഒരുപാടായതുകൊണ്ട് നമ്മൾ ഇതേമാതിരി ചെറിയ കാട്ടുകൂടകളിലെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ആസ്വദിച്ചു പോകും. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണുന്നില്ല വിചാരം ഉണ്ടേനി. അറ്റ്ലീസ്റ്റ് ഒരു മാനെങ്കിലും എവിടെ കാണാൻ. ഇവിടെ നിർത്തിയാലും പ്രശ്നമുണ്ടോന്ന് അറിയില്ല. നിർത്തിയ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ കുറെ ഉണ്ട് അവിടെ നിർത്തും ചെയ്തിന്. നമ്മളുണ്ടല്ലോ ഇപ്പോൾ എന്താ പറയുക ഒരു വനത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടൊരു കാടിൻ്റെ ഉള്ളിൽ, കൊടും കാടിൻ്റെ ഉള്ളിൽ ഇതിൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 2 സൈഡിലും കാടാണേ. അതിൽ കുറേ സ്ഥലത്ത് നമ്മൾ എഴുതിച്ചിട്ടുണ്ട് ഇങ്ങനെ പല മൃഗങ്ങളൊക്കെ കാണാമെന്ന് എഴുതിച്ചിട്ടുണ്ട്. എവിടെ കാണുക ഒന്നും കാണൂല. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വെറുതെ ഒന്ന് സൈഡാക്കിയതാണ്. ഇനിയിപ്പം ഒന്ന് പോവല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാ വാ പിടി. അങ്ങോട്ട് കയറണ്ടേ? ഇവിടെ കൊടുക്കേണ്ടി വരും. കാറെല്ലോടത്തുണ്ടല്ലേ ലാസ്റ്റ് വരുന്നേ. അങ്ങനെ നമ്മുടെ കാട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ചുങ്കത്തറ ഗ്രാമപഞ്ചായത്താണ് ഇപ്പം നമ്മൾ ഇതുവരെ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി ഇവിടുന്ന് നേരെ പോണത് വേറെ ഏതോ ഒരു പഞ്ചായത്ത്. കരിമ്പുഴ പാലാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല വെള്ളമുണ്ട് ഈ സൈഡിൽ. നല്ല അടിപൊളി വ്യൂ ആണ്. നിറച്ച് വെള്ളമുണ്ട് ഈ സൈഡ്. കാണൂല എന്നാലും കല്ലല്ലോ കാണൂലൊക്കെ.
നമ്മളങ്ങനെ കാടിന് പുറത്ത് വന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചാടെടുക്കണം നമുക്ക്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ് ഗൈസ്. ഇവിടെ നമ്മൾ എന്താ പറയുക, ആ ഫോറസ്റ്റ് വരെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ചു വരുന്നു. ഇപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏതൊക്കെ സ്ഥലത്തിൻ്റെ പേര്, നമ്മളിപ്പോഴും നിലമ്പൂർ എത്തിട്ടോ. നമ്മൾ എന്താ പറയുക, വളരെ പ്രതീക്ഷയോടെ പോയതാണ്. ഇപ്പം സമയം 5 മണിയായി. 5 മണി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചു പോവാണേ. നല്ലൊരു അടിപൊളി, നമ്മൾ ഇതേമാതിരി തന്നെ ഒരു അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നമ്മൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഇടും. അപ്പം ഏതായാലും നമ്മൾ തിരിച്ചു പോവാണ്. എന്തത് മുന്നിലൊരു ബസ് ഉണ്ട്. ഇതാണെങ്കിൽ സ്പീഡ് പോകണില്ല. അങ്ങനെ ഒന്ന് അങ്ങനെ പോക്ക്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചായ എടുക്കണം. ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കട അന്വേഷിച്ച് പോവാണ് ഗൈസ്. ഇതിവിടെ നിലമ്പൂർ സ്റ്റാൻഡാണ്. ഇപ്പം ഈ ബസ് കളഞ്ഞത് നിലമ്പൂർ സ്റ്റാൻഡാണ്. അവിടെ ഇപ്പം ചടലും താത്ത കഞ്ചിന് പൈസ ഇല്ല. മണ്ട് 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 ചെറിയ തോതിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊരു ഡൗട്ട്. ബ്ലോക്ക് ഉണ്ടോ അവിടെ? ഇല്ലല്ലേ. ഒരു വെറുതെ അനാവശ്യത്തിന് വണ്ടി നിർത്തിയിട്ടാണത്. ആവശ്യത്തിന് എന്തായാലും ഒരു നിർത്തൂല. ആവശ്യമില്ലോടത്ത് അനാവശ്യത്തിന് മൊത്തം ഒരു നിർത്തും ചെയ്യും. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. സ്റ്റാറൊക്കെ വാങ്ങണ്ട നമുക്ക്. ക്രിസ്മസിന് സ്റ്റാറിൽ നോക്കല്ലേ. ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുമോ? ആ രസമുണ്ടല്ലേ ആ സൂര്യന്. ഒരു അടിപൊളി ഫോട്ടോ എടുക്കാം. അവിടെ എടുക്കാൻ പറ്റൂല, കാരണം പേടിയാണല്ലേ. അങ്ങനെ നമ്മൾ വെറുതെ എണ്ണയും കത്തിച്ച് ഒരു ആവശ്യമില്ലാതെ വെറുതെ യാത്ര ചെയ്ത് കേട്ടപ്പോ. ഇനിയിപ്പോ ചാടിക്കണം. ചാടിക്കാനുള്ള പരിപാടി അങ്ങനെ ഇനി അതിന് മുതലാവട്ടെ. വന്നീന് പോയിക്കോ. ഇനി റോഡിന്റെ കട്ടക്കാലം. ഇനി ചെറിയ ഇതേമാതിരി കുണ്ടും കുഴികളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. ഇതെന്തൊരു ഇയാളല്ലേ ഇഞ്ചിൻ ഊട്ടി വന്നീന്? ഇയാൾ പെടുത്തി ഞാനവിടെ ഷെഡ് ഇട്ട് കണ്ടെങ്കിലും പാർക്കുണ്ട്. ഇനി നമ്മൾ വീണ്ടും കനോലി പ്ലോട്ടിൽ തന്നെ എത്തിയിട്ട് നമ്മള്. അപ്പൊ ഇനി നമുക്ക് ചാടിക്കണം. അപ്പൊ ചാടിക്കാൻ വേണ്ടി അവിടെ കയറാൻ പോവാണ്. നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ എടുത്തു. പിന്നെ ചാടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒറ്റൊന്നും കാണാനില്ല.
ഇതിൻ്റെ ഒക്കെ മുകളിലുണ്ട് കേട്ടോ, ഒക്കെ ചാടി ഇങ്ങനെ കളിക്കുന്നുണ്ട് മുകളിൽ. അവർ കറന്നിറങ്ങാൻ പോയുണ്ട്. അപ്പം എന്നാലേ നമുക്കൊന്നും അങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ ഇനി നേരെ പോവാം. ഇതാണ് താറ ഷേപ്പ്. അതെ, നമ്മളെ എന്താ പറയാ ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ വരികയാണേ. നമുക്കൊരു ലെക്ക് നമ്മളോട് ഇങ്ങനെ കണ്ടു നമ്മള്. എന്താ നമ്മൾ വിചാരിച്ച് പോയതല്ല, പക്ഷെ പെട്ടെന്ന് കാണും, ഒരു രസമാണിത്. അപ്പൊ ഇനിയിപ്പോ നേരെ നമ്മള് നാട്ടിൽ പോവാണ്. ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ലീവ് കിട്ടണമെങ്കിൽ ഇനി അടുത്ത ഞായറാഴ്ച കണ്ട് വരേണ്ടി വരും. അപ്പം അതിൻ്റെ മുന്നേറ്റ് ചന്ദ്രനെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി സാധനം. ന്യൂട്രലായിരുന്നു വെറുതെ ഇല്ല. ഞാൻ സൈഡിലുണ്ടാവും, സൗകര്യം പോലെ എടുത്തു. നമ്മള് മഞ്ചേരി എത്തി ഗൈസ്. നമ്മള് നാട്ടിലെത്തിയ 6 മണിയായി രാത്രി. പിന്നെ ഇനി മഞ്ചേരി ബ്ലോക്കായി കരഞ്ഞ്. നമ്മളെന്തായാലും നിലമ്പൂർ വൈക്കാണ് വരുന്നത്. പിന്നെ അവിടെ സിഗ്നലും ഇല്ലല്ലോ, സിഗ്നലും കട്ടേക്കണം. ഇടക്കോണോ ഇടക്ക് കട്ടാം, അത് ഇവിടുത്തെ പ്രത്യേകത. അപ്പം അങ്ങനെ അപ്പോൾ വെറുതെ ഒരു ഐഡിയ ഇല്ലാതെ പോയ യാത്രയാണ് നമ്മൾ.